അവരെന്നോട് 68 രൂപ ബില്ലടയ്ക്കാൻ പറഞ്ഞു. ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉള്ള വാഹനമാണ്. 1 വർഷവും 2 മാസവും പഴക്കം ഉണ്ടായിരുന്നുള്ളൂ അപകട സമയത്ത്. അതിന് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉള്ളപ്പോൾ എന്തിനാണ് ഈ 68 രൂപ ബില്ലടയ്ക്കുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ ഓരോ ഭാഗങ്ങളിൽ നിരത്തി കാണിച്ചു വന്ന് എൻജിൻ നമ്പർ പുറത്ത് പഞ്ച് ചെയ്തു. തിരിച്ച് നൽകണമെന്നാണ് വിധി വന്നത്. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞ് ഇപ്പം 2 മാസം കഴിഞ്ഞ് 3 മാസം ആകുന്നു. ഇപ്പോഴും വാഹനം നൽകിയിട്ടില്ല. വിളിച്ചാൽ ഫോൺ എടുക്കുകയില്ല. നമസ്കാരം. അപകടത്തിൽപ്പെട്ട വാഹനം ഷോറൂമിൽ നൽകി 2.5 വർഷം കഴിഞ്ഞിട്ടും തിരികെ ലഭിച്ചില്ല. കോട്ടയം പൂഞ്ഞാർ സ്വദേശിയായ സുമിത് കുമാർ തന്റെ വാഹനം തിരികെ ലഭിക്കുന്നതിന് വേണ്ടി നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ അദ്ദേഹത്തിന് അനുകൂലമായ വിധി വന്നിരിക്കുകയാണ്. കോട്ടയം ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയിൽ നിന്നും ഷോറൂമിൽ കിടക്കുന്ന ഇദ്ദേഹത്തിന്റെ വാഹനം വിട്ടു നൽകണമെന്നും നഷ്ടപരിഹാരമായി 50,000 രൂപ നൽകണമെന്നുമാണ് വിധി ഉണ്ടായിരിക്കുന്നത്. ഇദ്ദേഹം ഏതാണ്ട് 2.5 വർഷങ്ങൾക്ക് മുൻപാണ് പാലായിലെ ഷോറൂമിൽ വാഹനം നൽകിയത്. എന്നാൽ അത് വിട്ടുകിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം നിയമ പോരാട്ടം നടത്തുകയായിരുന്നു. ഇതിനിടയിൽ ഈ വാഹനത്തിന് ക്രമക്കേടുകൾ നടത്തിയിട്ടുള്ളതായും ഈ കമ്മീഷൻ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. സുമിത്തിനുണ്ടായ അനുഭവം അദ്ദേഹം തന്നെ നമ്മളോട് വിശദീകരിക്കും. ഈ വാഹനം സർവീസ് സെന്ററിൽ കൊടുക്കുന്നത് ഏത് വർഷമാണ്? 2023 ഡിസംബർ മാസം 22-ാം തീയതിയാണ് വാഹനം സർവീസിനായിട്ട് ഷോറൂമിൽ കൊടുക്കുന്നത്. എവിടെയാ? പാലായിലെ അൽഫോൻസ് കോളേജിന് ഓപ്പോസിറ്റുള്ള ഇൻഡസിന്റെ ഷോറൂമിലാണ് വാഹനം കൊടുക്കുന്നത്. അതിനുശേഷം അവർ വാഹനം അപകടത്തിൽപ്പെടുന്ന സമയത്ത്, വാഹനം ഷോറൂമിൽ കൊടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നു ഒരു 2 മാസം എടുക്കും, മേജർ ആക്സിഡന്റ് ആണ്, എഞ്ചിന്റെ ഭാഗത്തിനൊക്കെ പൊട്ടലൊക്കെ ഉണ്ട്, അതൊക്കെ മാറി വരണമെങ്കിൽ 1-2 മാസം എടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. 2 3 മാസം കൊണ്ടെങ്കിലും കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ 7-8 മാസമായിട്ടും ആ അവസ്ഥയിൽ തന്നെ വാഹനം കിട്ടിയില്ല. തുടർന്നും അവര് അതിന്റെ മേജർ വർക്കുകളൊന്നും പരിഹരിക്കുന്ന രീതിയൊന്നും കണ്ടില്ല. എഞ്ചിൻ ഭാഗമൊക്കെ ഇളക്കിയിട്ടതല്ലാതെ ബാക്കി പാർട്സുകളൊന്നും ചെയ്യുന്നതൊന്നും കാണാതെ വന്നപ്പോൾ ഞാൻ കോടതി കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഷോറൂമിൽ ചെന്ന് മാനേജരുമായിട്ട് സംസാരിച്ചു. വഴക്കിന്റെ വക്കിലെത്തി. അപ്പോൾ അവർ പറഞ്ഞു 1-2 ദിവസത്തിനുള്ളിൽ സാധനങ്ങളെല്ലാം ആവും, ഉടനെ ആവും എന്നിങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് വിടുന്ന അല്ലാണ്ട് എനിക്ക് പ്രയോജനമൊന്നും ഉണ്ടായില്ല. അവസാന നിമിഷം ഞാൻ കേസിലേക്ക് പോകുന്ന ഘട്ടം വന്നപ്പോൾ അവർ പെട്ടെന്ന് എൻജിൻ നമ്പർ പുറത്തുകൊണ്ട് പഞ്ച് ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് അനുസരിച്ച് കോടതി ഞാൻ കേസ് ഫയൽ ചെയ്തു. അവരെന്നോട് 68 രൂപ ബില്ലടയ്ക്കാൻ പറഞ്ഞു. ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉള്ള വാഹനമാണ്. 1 വർഷവും 2 മാസവും പഴക്കം ഉണ്ടായിരുന്നുള്ളൂ അപകട സമയത്ത്. അതിന് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉള്ളപ്പോൾ എന്തിനാണ് ഈ 68 രൂപ ബില്ലടയ്ക്കുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ ഓരോ ഭാഗങ്ങളിൽ നിരത്തി കാണിച്ചു വന്ന് എൻജിൻ നമ്പർ പുറത്ത് പഞ്ച് ചെയ്തു. അതുപോലെ കൂളന്റിന് ഇൻഷുറൻസ് കവറേജ് കിട്ടത്തില്ല, അങ്ങനെ എന്തൊക്കെയോ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നു. അപ്പോൾ ഞാൻ അതും കൂടെ കൂട്ടി കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൂടെ കൊടുത്തു. അതിനുശേഷം കോടതി ഒരു കമ്മീഷനെ വെച്ചു. പാലാ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഷിബു സാറിനെ കമ്മീഷനായിട്ട് വെച്ചുകൊണ്ട് വാഹനം പരിശോധിക്കുകയും വാഹനത്തിന്റെ എൻജിൻ നമ്പർ പുറത്തു കൊണ്ട് പഞ്ച് ചെയ്താണെന്നും ഡ്യൂപ്ലിക്കേറ്റ് യന്ത്രഭാഗങ്ങൾ വാഹനത്തിൽ പിടിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാക്കി. അതിനുശേഷം എനിക്ക് അനുകൂലമായിട്ട് കോടതി വിധി വന്നു. എന്നിട്ട് ഈ കഴിഞ്ഞ മാർച്ച് മാസം 27-ാം തീയതി വിധി വന്നത് അനുസരിച്ച് 2 ആഴ്ചക്കുള്ളിൽ എനിക്ക് വാഹനം ഓടിക്കാവുന്ന പരുവത്തിൽ ടെസ്റ്റ് ചെയ്ത് നൽകണമെന്നാണ് വിധി വന്നിരുന്നത്. എന്നിട്ട് പണവും നഷ്ടമായ പണവും നഷ്ടപരിഹാരം തരാനും വിധിച്ചിരുന്നു. 50,000 രൂപ നഷ്ടപരിഹാരം തരാനും ഒരു 2 ആഴ്ചക്കുള്ളിൽ വാഹനം എനിക്ക് തിരിച്ചു നൽകണമെന്നാണ് വിധി വന്നത്. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞ് ഇപ്പം 2 മാസം കഴിഞ്ഞ് 3 മാസം ആകുന്നു. ഇപ്പോഴും വാഹനം നൽകിയിട്ടില്ല. വിളിച്ചാൽ ഫോൺ എടുക്കുകയില്ല. അങ്ങനെയൊക്കെ. എന്ത് അപകടമാണ് പറ്റിയതാണ് വാഹനം ഷോറൂമിൽ കൊണ്ടുപോയിരുന്നോ? രാത്രി എനിക്ക് റോളിംഗ് ഷട്ടറിന്റെ വർക്കാണ്. ഞാൻ പല 2-3 ജില്ലകളിൽ കവർ ചെയ്ത് വർക്ക് എടുത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പതിവ്. അന്നും നെടുങ്കണ്ടം ഭാഗത്ത് വർക്ക് കഴിഞ്ഞ് ഞാൻ രാത്രി വരുന്ന വഴി ഉറങ്ങിപ്പോയതാണ്. വീട്ടിൽ എത്തുന്നതിനൊരു 4-5 കിലോമീറ്റർ മുന്നേ വന്നൊരു വളവ് തിരിഞ്ഞ് വരുമ്പം പെട്ടെന്ന് കണ്ണൊന്ന് ചിമ്മി ലെഫ്റ്റ് സൈഡിൽ കലിങ്കിൽ ഒന്ന് തട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്നപ്പോഴത്തേക്ക് റൈറ്റ് സൈഡിലോട്ട് വണ്ടി പോയിരുന്നു. റൈറ്റ് സൈഡ് പാറക്കെട്ടാണ്. പാറക്കെട്ടിലേക്ക് കയറി ഇടിക്കുക ഉണ്ടായത്. അപകടത്തിൽ മറ്റാർക്കും പരിക്കില്ല, എനിക്കും പരിക്കൊന്നും ഉണ്ടായില്ല. വണ്ടിക്ക് മാത്രം പരിക്ക് പറ്റിയതേ ഉള്ളൂ. ഈ ഇൻഷുറൻസ് കമ്പനിക്കാരുമായിട്ടുള്ള ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒത്തുകളിയാണോ, അങ്ങനെ വല്ലതും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇൻഷുറൻസ് അവർ ആദ്യം ICC ലംബാഡിന്റെ ഇൻഷുറൻസ് ആയിരുന്നു.
ഫുൾ കവർ ഉം. 3 വർഷത്തേക്ക് എടുത്തിരുന്നത്. അതിനുശേഷം 1 വർഷം കഴിയുമ്പം ഇൻഷുറൻസ് റിന്യൂ ചെയ്യണമല്ലോ. അങ്ങനെ ചെയ്തപ്പം ഞാൻ ഷോറൂമിൽ തന്നെയാണ് ചെയ്തത്. അവരത് നാഷണൽ ഇൻഷുറൻസിലേക്ക് മാറ്റിയിരുന്നു. അത് ഞാൻ അറിഞ്ഞിട്ടില്ല. അതിൻ്റെ ആദ്യ പേജിൽ ഉണ്ടായിരുന്നത് ICICI ലംബാർഡെന്ന് തന്നെയാണ് കിടക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു ചെറിയ കോളത്തിൽ മാത്രമാണ് അതിന് നാഷണൽ എന്നുള്ളതിൻ്റെ അത് നാഷണൽ എന്ന പേരില്ല. ഒരു എന്താ ലെൻസ് വെച്ച് നോക്കിയാൽ മനസ്സിലാകുന്ന പരുവത്തിൽ ചെറിയൊരു അവരുടെ കോഡ് നമ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇൻഷുറൻസ് ഏതാണെന്നുള്ളത് രണ്ടാമത് മാറ്റിയത് ഏതാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അത് കണ്ടുപിടിച്ച് വന്നപ്പോഴത്തേക്ക് സ്വല്പ സമയമെടുത്തു. ഏതായാലും ഇനി ഈ വാഹനം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമപോരാട്ടം മുന്നോട്ട് പോകും. ശരിക്കും ഇതാണ് സുമിത് കുമാറിനുണ്ടായിരിക്കുന്ന അനുഭവം. അദ്ദേഹം പാലായിലെ ഇൻഡസിൻ്റെ ഷോറൂമിലാണ് ഇത്തരത്തിൽ വാഹനം അദ്ദേഹം നൽകിയത്. എന്നാൽ ഈ വാഹനം വിട്ടു നൽകുന്നതിന് അവർ 68,000 രൂപ ബിൽ ക്യാഷ് വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ അത് അദ്ദേഹം നൽകാൻ തയ്യാറാകാതെ വന്നു. പിന്നീടാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഈ വാഹനത്തിലടക്കം എൻജിൻ മാറ്റി, എൻജിൻ്റെ നമ്പർ മാറ്റി കുത്തി വലിയ ക്രമക്കേടുകൾ നടത്തി എന്ന് ഇപ്പോൾ കണ്ടെത്തുകയും ചെയ്തിരിക്കുകയാണ്. കോടതി കണ്ടെത്തിയതിന് ശേഷമാണ് നഷ്ടപരിഹാരം നൽകണമെന്നും വാഹനം വിട്ടു നൽകണമെന്നും ഉത്തരവ് ഇറക്കിയത്. എന്നാൽ ഇതുവരെയും അത് പാലിക്കപ്പെട്ടില്ല. അതേ തുടർന്ന് ഇനിയും നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുന്നതിന് തന്നെയാണ് സുമിത്തിൻ്റെ തീരുമാനം. ക്യാമറാമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.